പറയുകയാണ്, ഖദ് അഫ്ലഹ മൻ തസക്കാ, മനസ്സ് സംസ്കരിച്ചവൻ വിജയിച്ചുപോയി, ഖൽബ് സംസ്കരിച്ചവൻ വിജയിച്ചുപോയി. മനസ്സിനെ എന്തിൽ നിന്നെല്ലാം സംസ്കരിക്കണം? അൽ അഖായിദുൽ ഫാസിദ, ദുർവിശ്വാസങ്ങളിൽ നിന്ന് മനസ്സ് സംസ്കരിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ദുർവിശ്വാസം എന്ന് പറഞ്ഞാൽ? കുഫ്ർ ദുർവിശ്വാസമാണ്, നിഫാഖും ദുർവിശ്വാസമാണ്, ബിദ്അത്തും ദുർവിശ്വാസമാണ്. അങ്ങനെയുള്ള എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഖൽബിനെ സംസ്കരിക്കണം. നല്ല വിശ്വാസം വേണം വിജയിക്കാൻ. നല്ല വിശ്വാസമില്ലെങ്കിൽ വിജയം കിട്ടൂല. ഖദ് അഫ്ലഹ, നിശ്ചയം വിജയിച്ചിരിക്കുന്നു. എന്താ സഹോദരങ്ങളെ വിജയം എന്ന് പറഞ്ഞാൽ? ഒരു അപകടത്തിലും പെടാതെ ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്തിപ്പെടലാണല്ലോ വിജയം. അതേ, പരലോകത്തെ വിജയമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ വലിയ അപകടാവസ്ഥയുള്ളതാണല്ലോ നരകം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തിൽ ഒരു ചെറിയ രൂപത്തിൽ പോലും കാല് നനയാതെ, കാല് പൊള്ളാതെ കറക്റ്റായി സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥ, അതാണ് ശരിയായ വിജയം. അത് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ, നരകത്തിൽ നിന്നൊരാളെ ദൂരത്താക്കപ്പെട്ടു, നരകം തൊട്ടിട്ടില്ല, നരകം അയാളെ സ്പർശിച്ചിട്ടില്ല, ചെറിയൊരു തീപ്പൊരി പോലും അയാളെ ശരീരത്തിൽ പറ്റിയിട്ടില്ല. വഉദ്ഖിലൽ ജന്ന, എന്നിട്ട് സ്വർഗത്തിൽ അങ്ങ് പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ, അവൻ വിജയിച്ചു നിശ്ചയം. അതാണ് വിജയം. വിഷമങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ച് അങ്ങനെ തൽക്കാലം അങ്ങോട്ടെത്തി. ഒരു ജസ്റ്റ് അഡ്മിഷൻ അതല്ല യഥാർത്ഥത്തിൽ വിജയം എന്ന് പറയുന്നത്. അതൊരു താൽക്കാലികമായ പരിരക്ഷയാണ്. യഥാർത്ഥ വിജയം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളിലൊന്നും തളർന്നിട്ടില്ല, കുഴങ്ങിയിട്ടില്ല, പെട്ടിട്ടില്ല. അങ്ങനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പെടാനുള്ള കഴിവ് കിട്ടി. അള്ളാഹു അത്തരക്കാരിൽ നമ്മൾ പെടുത്തി തരട്ടെ. അതാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രാധാന്യം. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നു, നമ്മളൊക്കെ കരുതേണ്ടതും അതാണ്. ആ വലിയ ഫലാഹിയത്ത് വിജയമാണ് അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുന്നത്. അതിന് പ്രധാനമായും 3 വശങ്ങളാ പറഞ്ഞത്. ഒന്ന്, ഖദ് അഫ്ലഹ മൻ തസക്കാ, ദുർവിശ്വാസങ്ങളിൽ നിന്ന്, ദുർനടപടികളിൽ നിന്ന്, ദുർചിന്തകളിൽ നിന്ന് മനസ്സിനെ സംസ്കരിച്ചെടുക്കണം. അതിന് പറ്റിയ മാസമാണ് വിശുദ്ധ റമളാനാ വരുന്നത്.